Hi all. In the previous class, we discussed inheritance in Java and its type, like single level inheritance, multi-level inheritance, hierarchical inheritance, multiple inheritance, and also we already discussed what is hybrid inheritance. Then this type of 5 types of inheritance. Then we already know what is inheritance and the types. Then today we are going to continue the same topic and understand some important concept related to inheritance, such as subclass and superclass. Then before starting, what is inheritance in Java? Inheritance is the mechanism by which one class acquires the properties and method of another class. We have already discussed. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? ഇറ്റ് ഈസ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ് ഓഫ് അനദർ ക്ലാസ്. വേറൊരു ക്ലാസ് അതിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സൊക്കെ വേറൊരു ക്ലാസ്സിന് വേണ്ടി അക്വയർ ചെയ്യുക. ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിൽ നിന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ് അക്വയർ ചെയ്തെടുക്കുന്നതാണ് എന്ത്? ഇൻഹെറിറ്റൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സിമ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സോ 4 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസും ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം നമുക്കറിയാം 2 ക്ലാസ്സസ് ഉണ്ടാകും. ഒരു സൂപ്പർ ക്ലാസ് ഉണ്ടാകും, ഒരു സബ് ക്ലാസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു പാരൻ്റ് ഉണ്ട്, പാരൻറ്റിന് പാട്ട് പാടാൻ അറിയാം. സിമ്പിൾ എക്സാമ്പിൾ. സോ ദെൻ ഈ പാരൻറ്റിന് എന്തുണ്ട്? പാട്ട് പാടാനറിയാം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനറിയാം. സോ ഈ പ്രോപ്പർട്ടീസ് ചിലപ്പം അതിൻ്റെ മക്കൾക്കും കിട്ടും. അത് ഇൻഹെറിറ്റ് ചെയ്ത് വരും. നമ്മൾ പറയാം ഇൻഹെറിറ്റ് ചെയ്ത് ഓനക്കും പാട്ട് അച്ഛൻ നന്നായിട്ട് പാടുവരും, അതുകൊണ്ട് മകനും പാട്ട് പാടും. സോ ഈ ഒരു ക്വാളിറ്റി ഇൻഹെറിറ്റ് ചെയ്തിട്ട് പാരൻറ്റിൽ നിന്ന് ചൈൽഡിലേക്ക് കിട്ടുക. അതായത് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അനദർ ക്ലാസ്. ദിസ് ഈസ് എന്താണ്? ദിസ് ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ്. ദിസ് ഈസ് ദ സിമ്പിൾ എക്സാമ്പിൾസ് ഓഫ് ദ ഇൻഹെറിറ്റൻസ്. ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിൾ ഉണ്ട്. വെഹിക്കിളിൻ്റെ എന്താണ്? ഒരു സബ് ക്ലാസ്സാണ് എന്ത്? കാറുണ്ട്, ബസ്സുണ്ട്, ബൈക്കുണ്ട്, ഫോർ എക്സെട്ര വാട്ട് എവർ ഇറ്റ് ഈസ്. ദെൻ ഈ കാറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഈ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവില്ലേ? സോ നമ്മൾ വീണ്ടും ഈ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്താക്കാം? വീണ്ടും ആവർത്തിച്ച് ഈ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ കാറ് വരികയാണെങ്കിലും ബസ് വരികയാണെങ്കിലും ബൈക്ക് വരികയാണെങ്കിലും വീണ്ടും ഈ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് എന്താക്കേണ്ട? സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്താക്കാം? അത് കോഡ് നമുക്ക് എന്താക്കാം? റീയൂസ് ചെയ്തിട്ട് വീണ്ടും എഴുതാതെ ഒരു പ്രാവശ്യം തന്നെ എഴുതിയാൽ മതി. സോ കോഡ് റീയൂസബിലിറ്റി ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് use of the inheritance. Then we also use inheritance for method overriding. We already discussed one properties acquire the properties and methods of one class acquire the properties and method of the another class. This is called method overriding. Then we already discussed time polymorphism. Then Java uses the keyword extends to implement inheritance. നമ്മൾ പറഞ്ഞു ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻസ് എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മറ്റേത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞപ്പം അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്റ്റെൻഡ് എന്ന കീവേഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് സബ് ക്ലാസ് ആൻഡ് സൂപ്പർ ക്ലാസ്? ദെൻ ഫസ്റ്റ് മൂവ് ടു ദ ടോപ്പിക്. വാട്ട് ഈസ് സബ് ക്ലാസ്? A subclass is a class that inherit another class. Subclass is also called class, child class or derived class, and is the class that inherit another class. ഇവിടെ എന്താ പറഞ്ഞത്? സബ് ക്ലാസ്സിന് എന്തൊക്കെയാണ് പറയാം? ചൈൽഡ് ക്ലാസ് ആണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ്, എക്സ്റ്റെൻഡഡ് ക്ലാസ് ആണ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അല്ല, ഇതിലെന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് പറയാം. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? സബ് ക്ലാസ് എന്ന് പറയാം. സോ ഈ ക്ലാസ് വേറൊരു ക്ലാസ്സിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസ്സിന് നമ്മൾ എന്ത് പറയുന്നു? സബ് ക്ലാസ്. ഫോർ എക്സാമ്പിൾ വെഹിക്കിളും കാറും ഉണ്ടെങ്കിൽ
കാർ എന്താക്കും, വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കും. സോ ദിസ് കാർ ക്ലാസ് ഈസ് കാൾഡ് വാട്ട് ഈസ് സബ് ക്ലാസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പാരൻറ്റിന് പാട്ട് പാടാൻ അറിയുകയാണെങ്കിൽ, ഫാദറിന് പാട്ട് പാടാൻ അറിയുകയാണെങ്കിൽ ഓൾസോ ചൈൽഡിന് പാട്ട് പാടാൻ അറിയായിരിക്കും. സോ ചൈൽഡ് ഇവിടെ എന്താണ്, സബ് ക്ലാസ്. ദെൻ വി ചെക്ക് ദ അനദർ എക്സാമ്പിൾ, ഫ്ലവേഴ്സ് ആൻഡ് ഹിബിസ്കസ്. ദെൻ ഫ്ലവേഴ്സ് ആൻഡ് ഹിബിസ്കസ് വാട്ട് ഈസ് സബ് ക്ലാസ്? സബ് ക്ലാസ് ഈസ് ഹിബിസ്കസ്. Then it use parent class members and add a new method and override parent methods. Parent class members-ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, സബ് ക്ലാസ് യൂസ് ചെയ്യും. പുതിയ മെത്തേഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സബ് ക്ലാസ്സിൽ യൂസ് ചെയ്യും. എന്താണ്, അതിനെന്തൊക്കെ കഴിയും? അതിന് ഓവർറൈഡ് പാരൻറ്റ് മെത്തേഡിലേക്ക് ഓവർറൈഡ് ചെയ്താനും കഴിയും. ഇതാണ് അതിൻ്റെ അതിന് കഴിയുന്ന കാര്യങ്ങൾ. അതിൻ്റെ സിൻടാക്സ് നോക്കാം നമുക്ക്. നമ്മളെപ്പോഴും പറഞ്ഞു ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യും. എവിടെയാണ് ഈ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് പോർഷൻസ് ഉണ്ടാവും ഇൻഹെറിറ്റൻസിൽ. ഒന്ന് സബ് ക്ലാസ്സും ഉണ്ടാവും, ഒന്ന് സൂപ്പർ ക്ലാസ്സും ഉണ്ടാവും. ഈ സബ് ക്ലാസിൻ്റെ പോർഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ്, ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തിട്ട് എടുക്കുകയാണ്. സോ നമ്മൾ ആ അക്വയർ ചെയ്ത ക്ലാസ്സിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്? സബ് ക്ലാസ് ആണ്. സോ നമ്മൾ എവിടെയാണ് എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്? സബ് ക്ലാസ്സിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് വരുന്നത്, ആദ്യം നമ്മൾ ക്ലാസ് കൊടുക്കും, എന്നിട്ട് സബ് ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കും, ദെൻ എക്സ്റ്റെൻഡ്സ് എന്ന കീവേഡ് യൂസ് ചെയ്ത് പിന്നെ നമ്മൾ സൂപ്പർ ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കും, പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താണോ ഫങ്ഷൻ ഉള്ളത് ആ ഫങ്ഷൻസ് ഓർ അഡീഷണൽ മെമ്പേഴ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് മെത്തേഡ് എനി ഫങ്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ഒരു സബ് ക്ലാസിൻ്റെ ബേസിക് സിൻടാക്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ സബ് ക്ലാസിൻ്റെ എന്ത് നോക്കാം? ഒരു സിമ്പിൾ എങ്ങനെ ഈ സബ് ക്ലാസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ ആ പ്രോഗ്രാം നോക്കാം. സോ ഇത് നമ്മൾ ക്ലാസ് കൊടുത്തു. ആനിമൽ പറഞ്ഞ ക്ലാസ്സും ഉണ്ട്, ഡോഗ് എന്ന ക്ലാസ്സും ഉണ്ട്. ഈ ഡോഗ് എന്ന ക്യാരക്ടർ ക്ലാസ് എവിടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുകയാണ്? ആനിമലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡോഗിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണ്. സോ നമ്മളിവിടെ സബ് ക്ലാസ് ഏതാണ്? ഡോഗാണ് സബ് ക്ലാസ്. ഏതാണ് സൂപ്പർ ക്ലാസ്? ആനിമലാണ് ഇവിടെ സൂപ്പർ ക്ലാസ്. ദെൻ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്ത്? ബാർക്ക്. ദെൻ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? system.out.print അല്ലേ, ഡോഗ് ഈസ് ബാർക്കിംഗ് എന്ന് കൊടുത്തു. സോ ഇവിടെ ആനിമൽ ഈസ് സൂപ്പർ ക്ലാസ്സും ഡോഗ് എന്ന് പറഞ്ഞത് എന്താണ്? സബ് ക്ലാസ്സുമാണ്.